സർഗകരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ആരാണ് ശ്രേഷ്ഠൻ എന്ന ഉപനിഷത്ത് കഥയുടെ ഒന്നാം ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ഒരിക്കൽ മനുഷ്യ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെല്ലാം പരസ്പരം കലഹമുണ്ടാക്കി. ഒരുവന്റെ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നത് നമ്മളിൽ ആരാണ് എന്ന അന്വേഷണമാണ് കലഹത്തിന് പ്രധാന കാരണം. ആദ്യം ഇന്ദ്രിയങ്ങൾക്കിടയിൽ വാദപ്രതിവാദമാണ് ആരംഭിച്ചത്. ഓരോരുത്തരും ഞാൻ തന്നെ ശ്രേഷ്ഠൻ എന്ന് അവകാശവാദമുന്നയിച്ചു. പക്ഷേ തമ്മിൽ തമ്മിൽ ആരും മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നിങ്ങനെ മൂന്ന് വിധ ശരീരങ്ങൾ മനുഷ്യനുണ്ട്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളെ ജീവൻ അനുഭവിക്കുന്നത് യഥാക്രമം ഈ ശരീരോപാധികളിലൂടെയാണ്. ജീവന്റെ സൂക്ഷ്മ ശരീരം 17 അവയവങ്ങളോട് കൂടിയതാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ബുദ്ധി, മനസ്സ്, പഞ്ചപ്രാണങ്ങൾ എന്നിവയാണ് 17 അവയവങ്ങൾ. ഓരോ അവയവവും ശരീരത്തിലിരുന്നു കൊണ്ട് അതാതിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അതുവഴി ശരീരം സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. ഇതിൽ ആരുടെ ധർമ്മമാണ് ശ്രേഷ്ഠമായത്, ആരാണ് വലിയവൻ എന്നിങ്ങനെ ഇന്ദ്രിയങ്ങൾക്കിടയിൽ തങ്ങളുടെ ശ്രേഷ്ഠതയെപ്പറ്റി ഒരു തർക്കമുണ്ടായി. ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് കിട്ടുന്നതിനു വേണ്ടി അവസാനം ഇന്ദ്രിയങ്ങൾ എല്ലാവരും ചേർന്ന് പ്രജാപതിയെ സമീപിച്ചു. പ്രജാപതി അവരുടെ എല്ലാവരുടെയും വാദങ്ങൾ കേട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളെല്ലാവരും ശരീരത്തിനും ജീവനും വേണ്ടി ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരാൾ ശരീരത്തെ വിട്ടുപോയാൽ ശരീരത്തിന്റെ ഒരു ഭാഗം നികൃഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ ആര് പുറത്തുപോയാലാണോ ഈ ശരീരത്തെ കൂടുതൽ നികൃഷ്ടമായി വിചാരിക്കുന്നത്, അവനാണ് നിങ്ങളിൽ ശ്രേഷ്ഠൻ. ഒരു സ്വയം പരീക്ഷണത്തിലൂടെ സ്വയം ശ്രേഷ്ഠത്വം നിർണയിക്കുവാനാണ് പ്രജാപതി ഉപദേശിച്ചത്. ആദ്യം വാഗിന്ദ്രിയം ശരീരത്തിൽ നിന്നും പുറത്തുപോയി. അതോടെ ദേഹത്തിൽ നിന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടു. ശരീരം മൂകനായി തീർന്നു. 1 വർഷത്തിനു ശേഷം വാഗിന്ദ്രിയം മടങ്ങിവന്ന് മറ്റിന്ദ്രിയങ്ങളോട് ചോദിച്ചു: എന്നെ കൂടാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിച്ചത്? മൂകാവസ്ഥയിൽ എന്തു ചെയ്തു? അപ്പോൾ മറ്റിന്ദ്രിയങ്ങൾ പറഞ്ഞു: മൂകന്മാർ വാക്കുകൊണ്ട് സംസാരിക്കുന്നില്ല, എന്നാൽ അവരും ജീവിക്കുന്നുണ്ടല്ലോ. മൂകന്മാർ പ്രാണനെ കൊണ്ട് ശ്വസിക്കുകയും കണ്ണുകൊണ്ട് കാണുകയും മനസ്സുകൊണ്ട് അറിയുകയും ജനനേന്ദ്രിയം കൊണ്ട് സന്തതികളെ ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളും ജീവിച്ചു. അത് കേട്ടപ്പോൾ വാഗേന്ദ്രിയത്തിന് അഹങ്കാരം നശിച്ചു. താൻ വലിയ ശ്രേഷ്ഠനൊന്നുമല്ല. തൻ്റെ അഭാവത്തിലും ശരീരം നിലനിൽക്കുമെന്നറിഞ്ഞ് വാക്ക് ശരീരത്തിൽ തിരികെ പ്രവേശിച്ചു. പിന്നീട് ചക്ഷുരിന്ദ്രിയം, അതായത് കണ്ണ്, ദേഹത്തിൽ നിന്നും പുറത്തുപോയി. 1 വർഷത്തിനു ശേഷം മടങ്ങി വന്നു. കണ്ണിന്റെ അഭാവത്തിലും ദേഹം നശിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ചക്ഷുരിന്ദ്രിയം മറ്റിന്ദ്രിയങ്ങളോട് ചോദിച്ചു: എന്നെ കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? അപ്പോൾ മറ്റിന്ദ്രിയങ്ങൾ പറഞ്ഞു: അന്ധന്മാർക്ക് കണ്ണിനു കാഴ്ചയില്ല, എങ്കിലും അവർ മറ്റിന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോന്നും അറിഞ്ഞു ജീവിക്കുന്നു. അതുപോലെ ഞങ്ങളും ജീവിച്ചു. അതുകേട്ട് താൻ ശ്രേഷ്ഠനല്ലെന്ന് സ്വയം ബോധ്യപ്പെട്ട കണ്ണ് ശരീരത്തിൽ തിരികെ പ്രവേശിച്ചു. പിന്നീട് ശ്രോത്രേന്ദ്രിയമായ ചെവിയും ദേഹത്തിൽ നിന്ന് പുറത്തുപോയി. 1 വർഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ട് ചോദിച്ചു: എന്നെ കൂടാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? അതിനു മറ്റു ഇന്ദ്രിയങ്ങൾ കൊടുത്ത മറുപടി: ബധിരന്മാർ ചെവി കൊണ്ട് കേൾക്കുന്നില്ല, പക്ഷേ പ്രാണനെ കൊണ്ട് ശ്വസിച്ചും കണ്ണുകൊണ്ട് കണ്ടും മനസ്സുകൊണ്ട് അറിഞ്ഞും അതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളുടെ സഹായത്താലും ജീവിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളും ജീവിച്ചു എന്നായിരുന്നു. അത് കേട്ട ചെവി താനും അത്രയൊന്നും ശ്രേഷ്ഠനല്ലെന്ന് മനസ്സിലാക്കി ശരീരത്തിൽ തിരികെ പ്രവേശിച്ചു. അനന്തരം മനസ്സ്
ദേഹത്തിൽ നിന്നും പുറത്തുപോയി. മനസ്സിന്റെ അഭാവത്തിൽ ശരീരം മൂഢാവസ്ഥയിലായി തീർന്നു. ജീവന് ചിന്താശേഷി നഷ്ടപ്പെട്ടു. ഒരു വർഷത്തിനു ശേഷം മനസ്സും മടങ്ങി വന്നിട്ട് മറ്റിന്ദ്രിയങ്ങളോട് ചോദിച്ചു, എന്നെ കൂടാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിഞ്ഞത്? അതിനു മറ്റിന്ദ്രിയങ്ങൾ പറഞ്ഞത്, മൂഢന്മാർ മനസ്സുകൊണ്ട് ഒന്നും ചിന്തിക്കുന്നില്ല. എങ്കിലും മറ്റിന്ദ്രിയങ്ങളെ കൊണ്ട് അവർ എങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ ഞങ്ങളും ജീവിച്ചു. അത് കേട്ട് ഗർവ് നശിച്ച മനസ്സ് താൻ ശ്രേഷ്ഠനല്ലെന്ന് മനസ്സിലാക്കി ശരീരത്തിൽ വീണ്ടും പ്രവേശിച്ചു. ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.